സൊസൈറ്റിയിലെ ഭൂരിപക്ഷത്തിന് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഒരാൾ പരിഹരിച്ചെടുത്തു. ഇത് ഇയാൾ ചിലപ്പോൾ സാഹിറായിരിക്കും, ജനങ്ങൾ പിന്നെ സിഹറിന് പിന്നാലെ പോകും. ജനങ്ങളോട് നമ്മളവിടെ കള്ളത്തൊരിക്കത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ സാഹിറാണ് മറ്റേ അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അയാളെ പ്രശ്നം ഇയാൾ പരിഹരിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? സിഹറുണ്ട്. സിഹർ ഇന്നും കുടുംബിരി കൊള്ളുകയാണ്. അപ്പോൾ നമ്മൾക്ക് തിരിച്ച് കറാമത്തോട് പ്രശ്നം പരിഹരിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ജനത്തിന് പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ജനത്തിന് പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത്. ഔലിയായിനെ കണ്ട് മുസ്ലിമായ ഒരാൾ ഒരിക്കലും കഫറാവില്ല. കാരണം അവർക്കിടെ എല്ലാ പ്രശ്നവും ഈ മനുഷ്യനെ കണ്ട പരിഹരിച്ച് പിന്നെ മനുഷ്യനെ മറക്കുവോ? കൊല്ലങ്ങളോളം മേലായ വ്രണവും കൊണ്ട് നടന്നിരുന്ന ഒരു പെണ്ണ് മറക്കുവോ? അത് ബുക്ക് മറക്കും, ഇത് മറക്കൂലല്ലോ. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാദാണ് ഖുർആനും 19 എന്ന പുതിയ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഖുർആൻ മുഴുവനും എന്താണ്? 19 19ന്റെ അത്ഭുതം തന്നെയാണ്. ആദ്യത്തെ ആയത്ത് ബിസ്മിയല്ലേ? എത്ര അക്ഷര? 19. പിന്നെ 19ന്റെ ഒരു ശാസ്ത്രമാണ് ഖുർആൻ. പിന്നെ ഖുർആനിന്റെ ടെക്നിക്കുകൾ 19ന്റെ 100 ടെക്നിക്കുകൾ ഇയാൾ കണ്ടുപിടിച്ചു. അദ്ദേഹം പുസ്തകം എഴുതി. ഈ പുസ്തകമാണ് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വിൽക്കപ്പെട്ട ഒരു പുസ്തകം. പക്ഷെ പിന്നീട് മനുഷ്യൻ കഫറായി. സിയാദ് ബിൻ ഹാരിസ് എന്ന സ്വഹാബി നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഗോത്രക്കാർക്ക് ആകെയുള്ള കിണർ വേനൽക്കാലമായാൽ വർഷകാലമായാൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടാവും. വജുത്തമാന അലിഹ, ആ കിണറിന്റെ മേൽ ഞങ്ങൾ ഒരുമിച്ച് കൂടും, അത് മതിയാകും. വൈദാ കാന ഫി സ്വൈഫി, എന്നാൽ വേനൽക്കാലമായാലോ കല്ലമഉഹ വതഫറഖന അലാ മിയാഹിൻ ഹൗലന, ആ വെള്ളം പിന്നെ ഇല്ല, അല്പാൽപമായി അതിങ്ങനെ ചുരുങ്ങി വരും. വതഫറഖന അലാ മിയാഹിൻ ഹൗലന, പരിസരത്തുള്ള കിണറുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയും ഞങ്ങൾക്ക് എത്തിച്ചേരും. അതുകൊണ്ട് വഖദ് അസ്ലംന, ഞങ്ങളൊക്കെ ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. വകുല്ലു മൻ ഹൗലന ലനാ അദൂൻ, ഞങ്ങളെ പരിസരത്തുള്ളവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളുമാണ്. അതുകൊണ്ട് ഫദഉല്ലാഹ ലനാ ഫീ ബിഇരിനാ ഫയുസ്ഖിനാ മാഉഹാ, നബിയെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ വെള്ളം ഞങ്ങൾക്ക്, അതിലുള്ള വെള്ളം ഞങ്ങൾക്ക് മതിയാകണം. ഹത്താ നജ്തമിഅ അലൈഹാ വലാ നതഫറഖ, പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരരുത്, ഞങ്ങൾക്ക് ഈ വെള്ളം തന്നെ മതിയാകണം, ദുആ ചെയ്യണം എന്ന് ഹബീബായ നബി പറഞ്ഞു. അപ്പോൾ ഫദഅ ബിസബ്ഇ ഹസയാത്തിൻ, 7 ചെരൽക്കല്ലുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വേർക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി അതല്ല ചെയ്തത്, 7 ചെരൽക്കല്ലുകൾ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇമാം ബൈഹഖി തന്റെ ദലായിലിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഅറഖഹുന്ന ബിയദിഹി, എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈക്കുള്ളിൽ ആക്കി ഈ 7 ചെരൽക്കല്ലുകൾ തന്റെ കൈക്കുമ്പിളിന്റെ ഉള്ളിലാക്കി ഒന്ന് അമർത്തി എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ثم قال, എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, ഇദ്ഹബു ബിഹാദിഹിൽ ഹസയാതി, ഈ ചെരൽക്കല്ലുകൾ കൊണ്ട് നിങ്ങൾ പോവുക. ഫഇദാ അതൈതുമുൽ ബിറ, നിങ്ങൾ കിണറിന്റെ അരികിലെത്തിയാൽ ഫഅൽഖു വാഹിദതൻ വദ്കുർ ഇസ്മല്ലാഹി അസ്സ വജല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? കിണറുകളുള്ള ഏരിയയിലെത്തിയാൽ ഫഅൽഖു, നിങ്ങൾ ഇടുക, വാഹിദതൻ വാഹിദ, നിങ്ങൾ ഓരോന്ന് ഈ കല്ലുകൾ കിണറിലിടുക. ഓരോന്നിടുമ്പോഴും വദ്കുർ ഇസ്മല്ലാഹി അലൈഹ, അതിന്റെ മേൽ റബ്ബിന്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും വേണം. ഫഫഅൽന, അപ്രകാരം ഞങ്ങൾ ചെയ്തു. മാ ഖാല ലനാ, പുണ്യ റസൂൽ ഞങ്ങളോട് എന്താണോ പറഞ്ഞത് അപ്രകാരം ഞങ്ങൾ ചെയ്തു. പിന്നെന്താ ഉണ്ടായത്? ഫമസ്തതഅന അൻ നൻളുറ ഇലാ ഖൈരിഹാ, ഫമസ്തതഅന, പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അൻ നൻളുറ ഇലാ ഖൈരിഹാ, ആ കിണറിന്റെ ആഴം കാണാൻ പിന്നെ കഴിഞ്ഞിട്ടേ ഇല്ല. മനസ്സിലായില്ല?
വർഷകാലത്ത് വെള്ളം ഉണ്ടാവും, വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് പരിസരത്തെ നാടുകൾ വെള്ളത്തിന് പോകേണ്ടി വരും. ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് പരിസരത്തെ ആളുകളെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റൂല. ഇവിടെ ആണെങ്കിൽ വെള്ളമില്ല, അതുകൊണ്ട് പരിഹാരം വേണം. അപ്പോൾ റസൂലുള്ള കൈപ്പള്ളിയിൽ ഒതുക്കിയിട്ട് 7 ചിരൽക്കല്ലിനെ പിന്നെ ദുആ ചെയ്തു. എന്നിട്ട് ആ 7 ചിരൽക്കല്ലും ഞങ്ങൾക്ക് തന്നു. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കിണറിൻ്റെ അടുത്തെത്തിയാൽ വാഹിദത്തൻ ബഅദ വാഹിദ, ഒന്ന് അത് കഴിഞ്ഞാൽ ഒന്ന്, അങ്ങനെ നിങ്ങൾ ചിരൽക്കല്ല് അതിലിടുക. വസ്കുരിസ്മല്ലാഹി അലൈഹ, ഓരോ കല്ലിടുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലുക, മതി. ഫഫഅൽനാ മാ ഖാല റസൂലുള്ളാഹ്, റസൂൽ ചെയ്ത് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു. ഫമസ്തതഅന, പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ അന്നളുറ, കാണാൻ നോക്കാൻ, ഇലാ കാരിഹ, ആ കിണറിൻ്റെ ആഴത്തിലേക്ക്. അതായത് പിന്നെ ആ കിണർ ഒരു കാലത്തും ഇന്ന് വരെയും വെച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദലായിലിൽ ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയതാണ്. കിണറുമായി ബന്ധപ്പെട്ട ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്, അനവധി. വെള്ളം ശുദ്ധീകരിച്ചതിൽ അനവധി മുഅ്ജിസത്തുകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ജനങ്ങൾ ആവശ്യപ്പെടും. ഭക്ഷണം, വെള്ളം, ഇതിലാണ് റസൂലുള്ളാഹി, ജനങ്ങളെ ആവശ്യത്തിനാണ്. ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അടിമേൽ മറിക്കാനും കഴിവുള്ള ആളാണ് റസൂലുള്ളാഹി. ഒരാവശ്യത്തിനെ ചെയ്യുള്ളൂ. ഉദാഹരണം പറയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനത്തെ ഒരു മുഅ്ജിസത്ത് റസൂലുള്ളാഹിക്കില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനെ അഗ്നിയിൽ എറിയുന്ന ഒരാളില്ല. അല്ലെങ്കിൽ 10,000 സ്വഹാബികൾ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞാൽ ആ അഗ്നിയും തണുപ്പാക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വഹാബികൾ ആലത്തുണ്ടായിട്ടുണ്ട് നബി വഫാത്തായതിന് ശേഷം. മുസൈലിമത്തുൽ കദ്ദാബിന്റെ പട്ടാളം പിടികൂടിയ സ്വഹാബിയെ അഗ്നിയിലെറിഞ്ഞു. പിന്നെ മുസൈലിമയുടെ പട്ടാളം കാണുന്നത് ഈ മനുഷ്യൻ അഗ്നിയിൽ നിസ്കരിക്കുന്നതാണ്. ബിബറക്കത്തി റസൂലില്ലാഹ് സ്വഹാബിയാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ ഇബ്രാഹിം നബിയുടെ മുഅ്ജിസത്തിന് ഈക്വലാകാണ് എന്ത്? ഒരു സ്വഹാബിയുടെ കറാമത്ത്. നബിക്കോ നബിയുടെ കാലത്ത് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല, പിന്നീട് ഉണ്ടായി. അപ്പൊ പരിഹാരമുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഈ സ്വഹാബി അബൂ മുസ്ലിം എന്നാണ് ആ സ്വഹാബിയുടെ പേര്. ഈ സ്വഹാബി അവിടെ ആ അഗ്നിയിൽ നിസ്കരിക്കുന്നത് കണ്ടു. അനവധി മുസ്ലിമയുടെ പട്ടാളം ഇത് കണ്ട് മുസ്ലിമായി. അതാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുമ്പോൾ ഒരു ആവശ്യത്തിനാണ്. അതാണ് ചെയ്യുക. അല്ലാതെ എന്തല്ല അത്ഭുതങ്ങൾ കാണിച്ചിട്ട് പൈസ വാങ്ങല്ല, അത്ഭുതം കാണിക്കുമല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലടിക്കാൻ പോയ ആളല്ല. സൂയസ് മുനമ്പും ചുറ്റിയിട്ട് സിനായ് മരുഭൂമിയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. അവിടെ അവൻ്റെ ആളുകൾക്ക് ഭരണമില്ല. പക്ഷെ മുന്നിൽ ബാക്കിലാണ് മൂസാ നബി. എന്തുകൊണ്ട്? ജനങ്ങളെ സംരക്ഷിച്ചു വരികയാണ്. നേരെ തൊട്ട് ബാക്കിൽ ആരുണ്ട്? ഫിറഔന്റെ പട്ടാളുണ്ട്. അപ്പൊ അവസാനത്തെ ആളുകളെയും സംരക്ഷിച്ചു വരികയാണ്. അവർ ദുർബലരാണ്. നബിക്കോടാൻ കഴിയാത്തോണ്ടല്ല, അതുറപ്പല്ലേ. അതാണ് യഥാർത്ഥ നേതാവ്. യഥാർത്ഥ നേതാവ് പറഞ്ഞാൽ അവസാനത്തെ ദുർബലനെയും സംരക്ഷിക്കണം. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇന്ത്യ പാക് വിഭജനം നടന്നു 1947 ഓഗസ്റ്റിൽ വിഭജനം. അതുപോലത്തെ ദുരന്തമല്ല, ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവം. വലിയ ദുരന്തമാണ്. അതുപോലത്തെ ഒരു ദുരന്തം ഇല്ല. എല്ലാവർക്കും അത് ദുരന്തമാണ്. ആ രാഷ്ട്രം ദുരന്തമാണ്. അനാവശ്യമായ കാര്യം ചെയ്തതാണ്. പക്ഷെ ആ ദുരന്തം സംഭവിച്ചപ്പോൾ ഹിന്ദു നേതാക്കൾ അവിടുന്ന് ഇങ്ങോട്ട് വിമാനത്തിൽ വന്നു, മുസ്ലിം നേതാക്കൾ ഇവിടുന്ന് അങ്ങോട്ട് വിമാനത്തിൽ പോയി. കഷ്ടപ്പെട്ട ദശലക്ഷം മനുഷ്യരാണ്. ഇത് അമ്പിയാക്കളുടെ രീതിയല്ല. വളരെ ചിന്തിക്കണം. നമ്മളെ കുറ്റം പറയല്ല ഞാൻ.
ഒരു നേതാവ് ഒരു അനുയായിയെ ഇളക്കി പുറപ്പെടുവിച്ചാൽ ആ അനുയായിയെ മുഴുവൻ ആര് സംരക്ഷിക്കണം? നേതാവ് സംരക്ഷിക്കണം. കാരണം ഈ നേതാവിന്റെ വാക്ക് കേട്ടിട്ടില്ല അനുയായി ഇറങ്ങിയത്. സ്വന്തം വീടിൽ പാർത്തിരുന്ന ജനങ്ങളെ ഇറക്കി വിടുകയാണ് അവിടുന്ന്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് അവരെ സംരക്ഷിക്കണം. തണുപ്പ് കാലം, തണുപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് നോർത്ത് ഇന്ത്യയിലെ തണുപ്പ് എന്താ? ആ തണുപ്പുള്ള സമയം, തണുപ്പിൽ മരിച്ചു 10,000. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരതകളിലൊന്നാണ് ഇന്ത്യ പാക് വിഭജനം. ഇത്രയും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ദുരന്തം തന്നെ. അപ്പൊ ചുരുക്കത്തില് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നാലെ വന്നു. മുന്നിലുള്ള ആളുകൾക്ക് വഴിതെറ്റിയപ്പോൾ അവർ നേരെ ചെങ്കടലിന്റെ അരികിലെത്തു. പിന്നെ ആളുകൾ ഇങ്ങനെ വന്നു കൂടി. അപ്പൊ മൂസാ നബിയും എത്തി. അവ നോക്കുമ്പോൾ ചെങ്കടല മുന്നിൽ, ഇനിയൊരു നിർവാഹമില്ല. അപ്പോൾ വടികൊണ്ട് അടിച്ചു, പിളർന്നു, രക്ഷപ്പെട്ടു. സൂയസ് മുനമ്പ് ചുറ്റിയിട്ടാണ് അവർ ഓടിയിരുന്നെങ്കിൽ ആ മുഅ്ജിസത്തിനെ കാണാൻ ലോകത്തിന് കഴിയില്ല. എന്തുകൊണ്ട്? വരി ഇതാ എന്താണ് ടിക്കറ്റ് എടുത്തിട്ട് ജനങ്ങൾക്ക് ചെങ്കടൽ അടിച്ചാൽ ഞാൻ അടിച്ചാൽ പിളരെന്ന് കാണിച്ചു കൊടുക്കുന്ന ആളല്ല മൂസാ നബി അലൈഹി സ്വലാം. ബഹുമാനപ്പെട്ടവരതെന്തിനാ ചെയ്തത്? ജനത്തിന്റെ ഒരു ആവശ്യത്തിന്. അറബിക്കടൽ പിളർത്തേണ്ട ഒരു ആവശ്യം നബിക്കുണ്ടായില്ല. അതേ സമയത്ത് വീണ്ടും ഈ ചെങ്കടലിന്റെ സംഭവം ഉണ്ടായി. ബഹ്റൈനിലേക്ക് നബി പറഞ്ഞയച്ചു അലാ ബിൻ ഹദ്റമിയെയും സംഘത്തെയും റളിയല്ലാഹു അൻഹു. അലാ അവിടെ ചെന്നപ്പോൾ കടലാണ്, കപ്പലും ഇല്ല. അപ്പോൾ അലാ റളിയല്ലാഹു അൻഹു എല്ലാവരോടും കണ്ണടച്ച് പിടിക്കാൻ പറഞ്ഞു. കണ്ണടച്ച് പിടിച്ചു. ഒരു ദിക്റിയല്ലേ. കുറച്ചു കഴിഞ്ഞ് അലാ റളിയല്ലാഹു അൻഹു കണ്ണ് തുറന്നോളൂ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ കണ്ണു തുറന്നപ്പോൾ മുന്നിൽ മരുഭൂമിയാണ്, കണ്ണടച്ചപ്പോൾ മുന്നിൽ കടലാണ്. കണ്ണു തുറന്നപ്പോൾ ചെങ്കടലാണ് മുന്നിൽ. കണ്ണടച്ചപ്പോൾ മുന്നിൽ ചെങ്കടലാണ്, കണ്ണു തുറന്നപ്പോൾ മരുഭൂമിയാണ്. വൽ ബഹ്റു ഖൽഫന, ബഹർ ബാക്കിലാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ട് കുറഞ്ഞ നേരം കൊണ്ട് അപ്പൊ അത് അതിനേക്കാൾ വലിയ സംഭവമാണ്. എന്തുകൊണ്ട്? വടികൊണ്ട് അടിച്ച് പിളർത്തിയാലും പിന്നെ അവർക്ക് ഓടണല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ അപ്പുറത്താണിത്. ബിബറക്കത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ മരം റസൂലുള്ളാഹിയിലേക്ക് നടന്നു വന്ന സംഭവമുണ്ട്. അതൊരു സ്വഹാബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അതിന് ഒഴിവാക്കാൻ നബി ചോദിക്കുന്നുണ്ട്. അവലം തുഅ്മിൻ, ഒരു മുഅ്മിനല്ലേ, നിനക്കെന്തിനാ മുഅ്ജിസത്ത്? വലാകിൻ ലിയത്മഇന്ന ഖൽബി യാ റസൂലല്ലാഹ്, എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. എൻ്റെ റസൂലുള്ളാഹിന്റെ കഴിവെത്രയാണ്. നബി ആ മരത്തോട് വരാൻ പറയാറു. മരം വന്നു. ജാഅത്തിൽ ദഅവതിഹിൽ അഷ്ജാറു സാജിദത്തൻ, സുജൂദിലായിക്കൊണ്ട് മരം വന്നു. തംശി ഇലൈഹി അല ബിലാ സാഖിൻ, തംശി ഇലൈഹി അല സാഖിൻ ബിലാ ഖദമിൻ, കാലില്ലാതെ അത് അതിൻ്റെ തണ്ടിന്മേൽ വന്നു. ചരിച്ച് ഇങ്ങനെ വന്നു. അതൊരാവശ്യമാണ്. അപ്പൊ ഇതൊരു സഹാബി ആവശ്യപ്പെടുകയാണ് തന്നെ. അപ്പോൾ പിന്നെ ആ കിണറിന്റെ ആഴം കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന്. പിന്നെ രേഖപ്പെടുത്തിയ വേറെ സംഭവം ഇബ്നു സഈദ് തന്റെ തബഖാത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. أن يحيى بن سعيد أن أنس بن مالك أتاهم بقباء فسأله عن بئر هناك. അനസ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നു. അവർ ഖുബായിൽ താമസിക്കുന്ന റസൂൽ വന്ന ആ സമയമാണ്. ഖുബായിൽ താമസിക്കുന്ന സമയം അനസ് റളിയല്ലാഹു അൻഹു വന്നു. ജനങ്ങളോട് ചോദിച്ചു, എവിടെയെങ്കിലും കിണറുണ്ടോ? ആ സമയത്ത് റസൂലുള്ളാഹിന്റെ ഖാദിമായി തീരുന്ന ആളാണ് ആര്? അനസ്. ചെറിയ കുട്ടിയാണ്. ആ കുട്ടി വന്ന് ജനങ്ങളോട് ചോദിച്ചു, ജനങ്ങളെവിടെ കിണറുണ്ടോ? അപ്പോൾ ഞങ്ങൾ കിണർ കാണിച്ചു കൊടുത്തു. ലഖദ് കാനത്ത് ഹാദിഹി, അവിടെ കിണറൊക്കെ ഉണ്ട്.
ലയൻളിഹു അലാ ഇമാരിഹി ഫതൻസഹു. അപ്പോൾ എന്തെന്നാൽ ഞങ്ങൾ പറയുകയും ചെയ്തു അവിടെ ഒരു കിണറുണ്ട്. പക്ഷേ അവിടെ ഒരു കിണറുണ്ട്, അത് ആരുടേതാണ്? ഒരു വ്യക്തിയുടെ കിണറാണ്. ആ വ്യക്തി ഒരു കൈതനെയും വെച്ച് വെള്ളം തേവും തോട്ടത്തിലേക്ക്. ഒരു കൈത വെച്ച് ലേശനാലും വെള്ളം താഴുമ്പോഴത്തിന് എന്താവും? ആ കിണറിലെ വെള്ളം വറ്റിപ്പോവും. ആ തോട്ടം നനക്കാൻ തന്നെ വെള്ളം അവിടെ ഉണ്ടാവില്ല. ഇവിടെ കിണറുണ്ടോന്ന് വന്ന് ചോദിക്കാണ് അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഞങ്ങള് പിന്നെ ജനങ്ങളടുത്ത് വന്ന് ചോദിച്ചുകൂടാ അടുത്ത് കിണറുണ്ടോന്ന്? 10 വയസ്സായ കുട്ടിയാണ്. അപ്പൊ അനസിനോട് ഞങ്ങൾ പറഞ്ഞു ഉണ്ട്, അവിടെ കിണറുണ്ട്, അതൊരാളുടേതാണ്. അയാൾക്കതില് പിന്നെ ഹൈമാറിനെയും കൊണ്ട് കൈതയും വെച്ച് വെള്ളം തേവും മേലേക്ക് തോട്ടത്തിലേക്ക്. അതൊരു കൈത ലേശനേരം വെള്ളം തേവുമ്പോ വെള്ളം വലിക്കുമ്പോഴത്തിന് എന്താവും? തൻസഹു, അതിന്റെ വെള്ളം വറ്റിപ്പോവും. അപ്പൊ അങ്ങനെ ഊറ്റിയെടുക്കുക. പിറ്റേന്ന് രാവിലെ പിന്നെ കൈത വന്ന് കൈത ഇയാൾ വന്നിട്ട് ലേശം കൂടി അങ്ങനെ ആയിരിക്കും. അതായത് ആ തോട്ടം നനക്കാൻ തന്നെ വെള്ളം അതിനില്ല, പിന്നെ ഇവിടുന്ന് വെള്ളം കിട്ടാനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന്. فجاء رسول الله صلى الله عليه وسلم وامر بذنوب ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫസഖാ ഫഇമാ യകുന തഫല്ല മിനു വഇമാ യകുന തഫല ഫീഹി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഒരു തോൽപാത്രം എടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ട് അതിന് റസൂൽ വെള്ളം മുക്കി. ആ വെള്ളത്തിൽ നിന്ന് റസൂലിനെ ഒന്നു എടുത്തോന്നും വെള്ളം എടുക്കണോ ചെയ്തത്? അതല്ല, ആ വെള്ളത്തിൽ റസൂൽ ഉമിനീർ കലർത്തുകയാണ് വേണ്ടത് ചെയ്തത് എന്ന് എനിക്ക് ഓർമ്മയില്ല. രണ്ടാലൊന്നും ചെയ്തു. റസൂലുള്ളാഹിയുടെ ഉമിനീർ അതിലൊന്ന് കലർത്തി. അതല്ല നബി ഒന്നു കൊടുത്തതാണോന്നും അറിയില്ല. ഏതായാലും രണ്ടാലൊന്നും ചെയ്തിട്ടുണ്ട്. സുമ്മ അമറ ബിഹി ഫഉഇദ ഫിൽ ബീരി. പിന്നെ ആ വെള്ളം കിണറിലേക്ക് തന്നെ ഇറക്കാൻ പറഞ്ഞു. റാവി പറയാണ് ചിലപ്പോൾ റസൂലുള്ളാഹി എന്തായതായിരിക്കാം, ഒന്നുകൊടുത്തായിരിക്കാം റസൂലുള്ളാഹി ഒന്നുകൊടുത്ത് ബാക്കി വെള്ളം. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതിൽ ഉമിനീര് കലർത്തിയിട്ടുണ്ടാവും ആ വെള്ളം. ഏതായാലും ആ മുക്കിയെടുത്ത വെള്ളം ആ തോൽപാത്രത്തിൽ ബാക്കി കിട്ടിയത് കിണറിലേക്ക് ഇറക്കാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഇറക്കി. ഫമാന സഹത്ത് വായതു, പിന്നെ വെള്ളം വച്ചിട്ടില്ല എന്ന്. ഇവിടെ ബൈഹഖിയുടെ വേറെ റിപ്പോർട്ടില് ഇത് യഹ്യ ബിൻ സഈദിന്റെ റിപ്പോർട്ടാണ്. ഇതേ റിപ്പോർട്ടിന് അനസ് പറയുന്നത് സഖബ മിൻ ഫദ്ലി വളൂഇൻ നബിയിൽ മുസ്തഫ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വുളൂഅെടുത്ത വെള്ളത്തിന്റെ ബാക്കിയാണ്. ആ ബാക്കി ഞങ്ങൾ കിണറിലേക്ക് ചൊരിച്ചു. ഫമാന സഹത്ത് ബഅദു, പിന്നെ ആ കിണറിൽ വെള്ളം വച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ രാസപ്രവർത്തനങ്ങളാണ്. ഇതാണ് ഇപ്പൊ ഇന്നത്തെ ഹെഡിങ്. 3-4 ദിവസമായിട്ട് പറയാണ് വ്യത്യസ്ത സംഭവങ്ങൾ. മുസ്തഫ സുലാന്റെ ഒരു പരിഗണനയാണ് ഐനുക്കീമിയ. അതാണ് രാസപ്രവർത്തനം. ഐനുക്കിയാമിയ രാസപ്രവർത്തനത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. എന്ത് രാസപ്രവർത്തനത്തെ പറ്റി ഞാൻ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഫുള്ള്. അതായത് ഒരു ലോഹത്തെ മറ്റൊരു ലോഹമാക്കി മാറ്റുന്നതിനാണ് കീമിയ. അതാണ് അൽക്കെമി. ഇരുമ്പിനെ എന്താക്കുക? ചില രസക്കൂട്ടുകൾ ഉപയോഗിച്ച് സ്വർണ്ണാക്കുക. അപൂർവമായിട്ട് ചരിത്രത്തിൽ ജനങ്ങൾ വിജയിച്ചിട്ടുണ്ട്, പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. ആൽക്കമി ഒരു ശാസ്ത്രമാണ്. ആൽക്കമി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ഒരു വില കുറഞ്ഞ ലോഹത്തെ വില കൂടിയ ലോഹമാക്കി മാറ്റാനുള്ള രാസവിദ്യ. അതിനാണ് കീമിയ എന്ന് പറയാൻ. ഒന്നിനെ വേറൊന്നാക്കുക. ഇവിടെ നബിയുടെ പരിഗണനയാണ് ഒന്നിനെ വേറൊന്നാക്കൽ. ഒറ്റ കിണറിനെ ഒറ്റത്തെ കിണറാക്കുക. ഉപ്പ് വെള്ളത്തെ ശുദ്ധവെള്ളാക്കുക. ഒരു സംഘം വന്നിട്ട് പറയാണ് നബിയെ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി ഒന്ന് പറഞ്ഞു, നബിയെ ഞങ്ങളെ വെള്ളം ഉപ്പ് വെള്ളമാണ്, ഇപ്പൊ വെള്ളം മാറ്റി കൊടുത്തു. വെള്ളം കൊടുത്താൽ വെള്ളം കൊണ്ട് ചുരുക്കാൻ പറഞ്ഞു. പിന്നെ ശുദ്ധവെള്ളമായി. വേറെ ജണ്ട വന്നു, അപ്പോഴും അങ്ങനെ പറഞ്ഞു, ആ വെള്ളം ശുദ്ധവെള്ളമായി. അപ്പോൾ രാസപ്രവർത്തനം നബിയുമായി ബന്ധപ്പെട്ടത് അതിലാണ് തൊടുന്നതോടുകൂടെ അതിൻ്റെ അവസ്ഥ മാറി. ഒരു ചെറിയ ഒരു തോട്ടത്തിലേക്ക് വെള്ളം വലിക്കാനുള്ള ഒരല്പം വെള്ളം ആ കിണർ പിന്നെ നിറഞ്ഞു. പിന്നെ ആ കിണർ വറ്റിട്ടേ ഇല്ല എല്ലാ കാലത്തും.
എന്തേ ഹബീബാൻ നബിയോടെ വന്നു ഖുബായിൽ താമസിക്കുന്ന കാലം. ഈ ഒരു സംഭവം അവിടെ ഒരു വെള്ളം കിണറിൽ പറ്റിപ്പോയ കിണർ പിന്നെ വേനൽക്കാലത്ത് വെള്ളം നിറഞ്ഞ് കിടക്കുക പറഞ്ഞാൽ ഇത് കാണാൻ ജനം വരൂലേ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ സംഭവം മതി ജനങ്ങൾക്ക് മുസ്ലിമാകാൻ. ജനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫിലോസഫി പഠിച്ചല്ല മുസ്ലിം ആവുക. ഇപ്പൊ ഖുർആൻ പഠിച്ചിട്ട് മുസ്ലിമായ സ്വഹാബികൾ അത്രേ, ഒരു സ്വഹാബിയെ പോലും കിട്ടിക്കൊള്ളുന്നില്ല. ഒരു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബ്ബാബ് ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് മുസ്ലിമായി നമ്മൾ പറയും. അതിന് കാരണം ഉണ്ടാവും, നേരത്തെ തന്നെ ഇടിവെട്ട് നടന്നിട്ടുണ്ടാവും ആരെ മനസ്സിൽ. ഉമർ ഇബ്നു ഖത്താബിന്റെ ആ ഇടിവെട്ടിന്റെ പൂർത്തീകരണമാണിത്. അല്ലാതെ നമ്മൾ വേഗം ഖബ്ബാബിനെ പോലെ ഒരു ആയത്തോതിയാ തല്ലിട്ടെന്നല്ല വേറെ ഒന്നും ഉണ്ടാവില്ല. അതല്ല ഒരു നമ്മളെന്ത് ചെയ്തു, ഒരാൾ മുസ്ലിമാകാൻ വേണ്ടി അയാൾക്ക് കുറച്ച് സതുപദേശം നൽകി, അതിനേക്കാളും വലിയ സതുപദേശം വേറൊരു കാഫിർ നൽകാനോ പിറ്റേന്നാണ്ട് പോകും. ഒന്നുകൂടി ഇതാ നല്ലെന്ന് തോന്നുന്നുണ്ട്. മുസ്ലിമാകാൻ വേണ്ടി നമ്മളൊരു കാസറ്റ് കൊടുത്താൽ, വേറൊരുത്ത മുസ്ലിം ആകാതിരിക്കാൻ 2 കാസറ്റ് കൊടുത്താൽ പിറ്റേന്നാണ്ടാവും. അതേ സമയത്ത് 26 വയസ്സായ എൻ്റെ മോളെ കെട്ടിച്ചിട്ടില്ല. അപ്പോൾ വലിയ ഭവനോട് വന്ന് പറഞ്ഞു, ഏതൊരുത്തൻ മോളെ കെട്ടിക്കും, മോള് മുസ്ലിമാക്ക് ചോദിച്ചു. ആവുന്ന ഈ മുസ്ലിമല്ല എന്തായാലും കെട്ടിക്കാൻ ആവശ്യം, അവളെ കൊണ്ടുവരണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നാളെ പുതിയാപ്പിള വരും, മറ്റന്നാൾ കല്യാണം, ഒരുങ്ങിക്കോ, മൈലാഞ്ചിട്ടു. അങ്ങനെയൊക്കെ നടന്ന എത്ര സംഭവം ഉണ്ടാവും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തുണി അലക്കൽ പതിവാക്കിയ പെണ്ണ് ബിലാൽ ബാബാന്റെ അടുത്തേക്ക് വന്നു. ചൊറിയായി മേലാകെ, പണിക്കോനും വയ്യ, ചൊറി വ്രണമായി. അപ്പോൾ പറഞ്ഞു, വ്രണം മാറും, കിലിമില്ലി വ്രണം മാറും. ഈ തുണി അലക്കാൻ പോകണ്ട, ഞാൻ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഈ എന്തെങ്കിലും വെള്ളം വന്തിരിച്ചു കൊടുത്തണം, ഒരു നൂല് വന്തിരിച്ചു കൊടുത്തണം, ഓരോ ദിനവും മാറും. അതാണ് പൊട്ടച്ചിറ ബീവി. എന്തായിരുന്നു പണി? അലക്ക് പണി. ഇതാണ് പൊട്ടച്ചിറ ബീവി. പിന്നെ ജനം വന്നു. ആ ജനത്തിനും എന്തെങ്കിലും വെള്ളം കൊടുക്കും, എന്തെങ്കിലും നൂല് കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ദീനുണ്ടാവില്ല, ഞാൻ ദ്വാരനാളാകും, ദീനാണ് മാറും. അവരൊക്കെ വലിയ വലിയ സംഭാവനകൾ കൊടുത്തു, വലിയ ഭൂസത്ത് വാങ്ങിക്കൂട്ടി. ആ ഭൂസത്ത് മുഴുവനും പിന്നെ ഈ അലക്കുകാരിയായിരുന്ന ഈ പെണ്ണിന് ഈ ഭൂസത്ത് ഉണ്ടായി കൂട്ടിയത്. പട്ടാമ്പിയുടെ മാഹൗലി, പട്ടാമ്പി, പൊട്ടച്ചിറ, നെല്ലായ പരിസരത്തെ അനവധി സ്വത്ത് വാരിക്കൂട്ടി ഈ പെണ്ണ്. ആ സ്വത്ത് വെച്ചിട്ട് പിന്നെ ശരിയത്ത് കോളേജ് ആരംഭിച്ചു. അതാണ് പൊട്ടച്ചിറ അൻവരിയ കോളേജ്. അവിടുത്തെ ഉസ്താദ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി. അറിയാത്ത ഒരാളവിടെ ഇല്ല. അതാണ് പൊട്ടച്ചിറ ബീവി. ആരായിരുന്നു? അലക്കുകാരി പെണ്ണ്. പഴയ കാലത്ത് ജാതി പറയും, ഇപ്പൊ ജാതി പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ജാതി പറയാത്തത്. അലക്കുകാരി പെണ്ണ്. അവരാളാര്? പൊട്ടച്ചിറ ബീവി. നബി കുടുംബമൊന്നുമല്ല. നിങ്ങൾ ബീവി എന്ന് പറയുമ്പോൾ നബി കുടുംബം അങ്ങനത്തെ ഒരു കാസ്റ്റ്. മനസ്സിലായില്ലേ? ആര് പറഞ്ഞു? ബിലാൽ നബി പറഞ്ഞു. അവരുടെ വ്രണം മാറി, കാലങ്ങളോളം മാറാത്ത വ്രണം അവിടെ മാറി. പിന്നെ അവർക്ക് തൊഴിൽ ജീവിതമായി. എല്ലാവരും അവരെ മുന്നിൽ. ഈ ബീവിയെ കൊണ്ട് ദ്വാർപ്പിക്കാൻ വേണ്ടി ശംസുലമ പോയി. ശംസുലമ എന്നിട്ട് പുറത്തിറങ്ങി വന്നില്ല. ചുമരിന്റെ അപ്പുറത്ത് അവരിരുന്നു, ഇപ്പുറത്ത് ഇവർ നിന്ന് സംസാരിച്ചു, തിരിച്ചു വന്നു. എന്താ പറഞ്ഞ? ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പോയി ഈ സ്ത്രീയെ കൊണ്ട് ദ്വാർപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് അവരിറങ്ങി വന്നില്ല. എൻ്റെ അർത്ഥം ഇവർക്ക് അവരെ ഇറങ്ങി വരാൻ ആഗ്രഹമുണ്ട് തന്നെ. അവരെ കൊണ്ട് ദ്വാർപ്പിക്കാൻ പോയിട്ട് ഇവരെന്ത് ചെയ്തു? ചുമരിന്റെ പുറത്തു നിന്നു വേണ്ടി ദ്വാ ചെയ്യാന്നാണ്. സമയത്ത് ഔലിയായിനെ കണ്ട് മുസ്ലിമായ ഒരാൾ ഒരിക്കലും ഓഫറാവില്ല.
കാരണം അവർക്കിടെ എല്ലാ പ്രശ്നവും ഈ മനുഷ്യനെ കണ്ട പരിഹരിച്ച്. പിന്നെ മനുഷ്യനെ മറക്കുവോ? കൊല്ലങ്ങളോളം മേലായ വ്രണവും കൊണ്ട് നടന്നിരുന്ന ഒരു പെണ്ണ് മറക്കുവോ? അത് ബുക്ക് മറക്കും, ഇത് മറക്കൂലല്ലോ. ഇയാൾക്ക് അഫ്രായം വിളിച്ചു. എൻ്റെ കുട്ടിക്കാലത്ത് അതിൻ്റെ ബഹളാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഖുർആനും 19 മലയാളത്തിൽ പുസ്തകമുണ്ട്. ഇയാൾ പിന്നെ അഫ്രായം വിളിച്ചു. ഇയാൾ പിന്നെ എന്ത് ചെയ്തു? ഖുർആനിലെ ചില ആയത്തിലെ സീന് വെട്ടി, വാവ് വെട്ടി. എന്തുകൊണ്ട്? 19 ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആയത്തുകൾ വെട്ടി. ഇയാൾക്ക് പിന്നെ പിരാന്തായി എന്തുമ്മൽ 19 എവിടെയും 19 വേണം. അതിനുവേണ്ടി ചില ആയത്തിന്റെ വാവ് വെട്ടി അവിടെ 19 ക്ലിയർ ആണ്. സീൻ വെട്ടി 19 ചില ആയത്തിനെ വെട്ടി. ലാസ്റ്റ് ആയത്ത് അയാൾ ഈജിപ്ഷ്യൻ അമേരിക്കയിൽ വെച്ച് പിന്നെ ഒരാളെ അയാളെ കുത്തിക്കൊന്നു. ഒരു തീവ്രവാദി ഇയാളെ കുത്തിക്കൊന്നു. അങ്ങനെയാണ് മരിച്ചത്. മനസ്സിലാകുന്നു? ഇതൊക്കെ ഞങ്ങൾ ചിന്തിക്കുക. മനുഷ്യന് നേരായ വഴി എപ്പോഴും എന്താണത്? സ്വലാത്തുല്ലദീന അൻഅംത അലൈഹിം ഭയങ്കര സത്യമാണ്. ഋജുവായ പന്താവിലുള്ള ആളിൽ നിന്ന് മുസ്ലിമാവുക, അയാൾ പിഴക്കേയില്ല, അയാളിൽ ആ നന്മ നിലനിൽക്കും. ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, ചില എന്താ പറയുക, ചില പ്രത്യേക വാദഗതികളും മറ്റൊക്കെ ഉള്ള ആളുകളുണ്ടായിരുന്നു. ആ ആളുകളിൽ നിന്നാണ് മാൽക്കം എക്സ് മുസ്ലിമായത്. പിന്നെ മാൽക്കം എക്സിന് മനസ്സിലായി ഇവർ തെറ്റാണ്. പിന്നെ അവരെ ഒഴിവാക്കി പുറത്തു വന്നു. അത് വലിയ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. മാൽക്കം എക്സ് മുസ്ലിമായിട്ടുണ്ട്. അവർ ഗഫറായി. ഇയാൾ പിന്നെ ഞാൻ നബിയാന്ന് വാദിച്ചു. മാൽക്കം എക്സ് മുസ്ലിമാക്കാൻ കാരണക്കാരനായ വ്യക്തി പിന്നെ ഞാൻ നബിയാന്ന് വാദിച്ചു. ചിന്തിക്കണം. അപ്പൊ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്തെന്നാൽ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ തൊട്ട് ഒരാളും, അതന്നെ അമ്പിയാക്കളുടെ രീതി. അമ്പിയാക്കൾ ജനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അമ്പിയാക്കൾ ജനങ്ങൾക്ക് എന്നും ആവശ്യമുണ്ടാവും. ഇപ്പം തത്വചിന്ത അറിയുന്ന എത്ര ആളുണ്ടാവും സൊസൈറ്റിയിൽ? വളരെ കുറഞ്ഞ ആളെ ഉണ്ടാവുള്ളൂ. തത്വചിന്തയിലൂടെ ഒരാൾക്ക് മുസ്ലിമാകാം, അത് വളരെ കുറഞ്ഞ ആളുകളാണ്. അതേസമയത്ത് സൊസൈറ്റിയിലെ ഭൂരിപക്ഷത്തിന് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഒരാൾ പരിഹരിച്ചെടുത്തു. ഇത് ഇയാൾ ചിലപ്പോൾ സാഹിറായിരിക്കും, ജനങ്ങൾ പിന്നെ സിഹറിന് പിന്നാലെ പോകും. ജനങ്ങളോട് നമ്മളവിടെ കള്ളത്തൊരിക്കത്താന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അയാൾ സാഹിറാണ് മറ്റൊന്ന് അയാളോട് പറഞ്ഞിട്ട് കാര്യമല്ല. എന്തുകൊണ്ട്? അയാളെ പ്രശ്നം ഇയാൾ പരിഹരിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? സിഹറുണ്ട്. സിഹർ ഇന്നും കുടുംബിരിക്കൊള്ളുകയാണ്. അപ്പോൾ നമ്മൾക്ക് തിരിച്ച് കറാമത്തോട് പ്രശ്നം പരിഹരിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ജനത്തിന് പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ജനത്തിന് പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടത്. ഇപ്പൊ വെള്ളം വറ്റിയാൽ, തോട്ടത്തിൽ വെള്ളം വറ്റിയാൽ ഒരു നബിയെ കൊണ്ടുപോകും. നബി ആ തോട്ടത്തിലൂടെ അങ്ങനെ വന്നാൽ മതി, തോട്ടത്തിൽ പിന്നെ വെള്ളമായി. അതേ സമയത്ത് പിന്നെ ജനങ്ങൾ വന്ന് നബിയെ തോട്ടത്തിൽ വെള്ളം ഇല്ലാറും. അപ്പൊ റസൂലുള്ള വെള്ളത്തിലെ തോട്ടത്തിൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വാട്ടർ അതോറിറ്റി ഇല്ല. നിങ്ങൾ വല്ല ദീനിന്റെ കാര്യമാണെങ്കിൽ ചോദിച്ചോളി. എത്ര കുല്ലത്ത് വെള്ളം വേണം, മൂക്കിൽ വെള്ളം ചീറ്റാൻ എത്ര കുല്ലത്ത് വെള്ളം വേണം, അതൊക്കെ ഇവിടെ ചോദിച്ചോളി. അല്ലാതെ മറ്റേ നടക്കൂല. വായിൽ വെള്ളം കയറ്റി ചീറ്റി മൂക്കിൽ വെള്ളം കൂടി പുറത്ത് വരാൻ എത്ര കുല്ലത്ത് വെള്ളം വേണം എന്നോട് ചോദിച്ചോളി. അല്ലാതെ മറ്റൊന്നും ചോദിക്കുക, അതൊന്നും നടക്കൂല. അപ്പൊ വേറെ തന്നെ പോയി ഓം എൻ്റെ ഒപ്പം നിന്നോ ഞാൻ എൻ്റെ തീർത്തരാറും.
തോട്ടത്തിൽ നിന്ന് വെള്ളമാക്കി തരാറുണ്ട്. തോട്ടത്തിൽ വെള്ളമായി. അയാൾ സാഹിറായിരിക്കും. ജനങ്ങൾ പിന്നെ അയാൾ നിസ്കാരം നിർത്തി ഓൻ ചൊല്ലി കൊടുത്ത ദിക്റും ചൊല്ലി ത്വരീക്കത്തായി നടക്കുകയാണ്. ജനത്തിന് പറഞ്ഞൊരു കാര്യമില്ല. എന്തുകൊണ്ട്? ആവശ്യം നടക്കുന്നില്ല. എൻ്റെ കുട്ടികൾ പട്ടിണി കിടക്കുകയാണ് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ഇന്ന് വൈകുന്നേരം ദ്വാസമേളുണ്ട്, 100 റുപ്യ കൊണ്ട് വാറും. ഞാൻ 100 റുപ്യക്കോ കടം വേറെ വാങ്ങണം. 100 റുപ്യ ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടി പട്ടിണി കിടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? എൻ്റെ കുട്ടികൾക്ക് പട്ടിണിയാണ്, എൻ്റെ മാളെ കെട്ടിച്ചില്ല, എൻ്റെ കുട്ടികൾ പട്ടിണിയാണ്, ഞാൻ പീടിയിലൊക്കെ പൈസ കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ എന്താ അവനോട് പറയാം? ആയിക്കോട്ടെ, ഇന്ന് വൈകുന്നേരം ദ്വാസമേളുണ്ട്, എൻ്റെ വക എന്ത് ചീരിന് എൻ്റെ വക ആയിക്കോട്ടെ. ഇപ്പം എന്തിനാ വന്നത്? എത്രയാവും ചീരിനിക്ക്? ഒന്നല്ല, അലുവ വാങ്ങുകയാണെങ്കിൽ 2500 റുപ്യ ആവും. 25 അലുവയെങ്കിലും കിലോ അലുവയെങ്കിലും വേണ്ടി വരും. 100 റുപ്യേൻ്റെ അലുവ വാങ്ങിയതിന് 2500 റുപ്യ വേണ്ടി വരും. ആ അലുവ കൊടുക്കുന്നതോടുകൂടെ എൻ്റെ പ്രയാസം പരിഹരിക്കും. നമുക്ക് വലിയ മൂല്യരാണ് വരുന്നത്, നമുക്ക് ദ്വാരക്കാം. ആയിക്കോട്ടെ, വലിയ മൂല്യരാണ്, വലിയ തങ്ങളാണ് വരുന്നത്. ഇവരെ കുറ്റം പറയല്ല, അവസ്ഥ പറയാണ്. അവസ്ഥ പറയൽ കുറ്റമല്ലല്ലോ. അപ്പം ഇവൻ കടം കൊണ്ട് കുടുങ്ങിയിട്ടപ്പം വന്ന് നീ ഇവൻ്റെ കടം തീരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്ത്? ഓനെ കടക്കാരനാക്കി. 2500 റുപ്യ കൂടി എവിടെയെങ്കിലും പോയി കടം വാങ്ങിക്കൊണ്ടുവരണം. ഓനെ കാണുമ്പോൾ മാറേണ്ടതാണ്. ഒരാഴ്ച കഴിഞ്ഞ് അവനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണുമ്പോൾ ചോദിച്ചു, എങ്ങനെ കാര്യക്കറായത്തല്ലേ? എന്ത് കാണാൻ തന്നെ. പിറ്റത്തെ ആഴ്ച ചന്തയിൽ കണ്ടു, അപ്പോഴും ചോദിച്ചു, എന്ത് 10 പൈസ കടം കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പറയും, എന്ത് അത് പടം വീട്ടിൽ തരാനുള്ള തീരുമാനിച്ചിട്ടുണ്ടാവും, എന്നാലും പെട്ടെന്ന് വീടൂല. എന്നെ 2-3 ആഴ്ച ക്ഷമിക്ക് എന്നല്ലാമായ സാബിരീൻ, എന്നല്ലാമായ സാബിരീൻ. ഇത് ചെങ്കടലിൻ്റെ അവിടെ എത്തിയപ്പോൾ മൂസാ നബി പറഞ്ഞുണ്ടായിരുന്നു, എന്നല്ലാമായ സാബിരീൻ. കുറച്ച് പേര് അവൻ്റെ തല്ലുകൊണ്ടോളി, എന്നല്ലാമായ സാബിരീൻ. അവിടെ ഇന്നല്ലാമായ സാബിരീനല്ല, മടിയുണ്ടടിച്ച് ജനങ്ങളെ രക്ഷപ്പെടുത്തണം. തടിയാകെ പറഞ്ഞാണ് വലിയ പാപ്പയെന്ന് പറഞ്ഞപ്പം വലിയ പാപ്പ പറഞ്ഞോ, ഇന്നല്ലാമായ സാബിരീൻ. കെരിമയല്ലിക്കോ എന്നിട്ട് ഇന്നല്ലാമായ സാബിരീൻ. തങ്ങൾ വലിയ പാപ്പനെടുത്ത് പിറ്റേനും ഒക്കെ വന്നപ്പോഴും എന്താണ് പറയണം തന്നെ. കെൽമില്ല, കെൽമിയൊക്കെ ചൊല്ലി. പക്ഷേ ഇന്നല്ലാമായ സാബിരീൻ. ജനം നിന്ന് ഇതാണ് സത്യം. നിങ്ങൾ പറയും. അപ്പം വേറൊരു സ്ഥലത്ത്, അപ്പം വേറെ പള്ളിക്കാർ വിളിച്ചു, എത്രയുണ്ട് കടം? 1.5 ലക്ഷം റുപ്യ കടമുണ്ട്. ബേജാറുണ്ട, വലുത് സക്കാത്തുണ്ട്. മറ്റവന് സക്കാത്ത്, ഈ കൊല്ലം സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ഇഷ്ടമുണ്ട്. സക്കാത്ത് ഫണ്ടാക്കി വെച്ചാൽ അതിൽ പറ്റില്ല. ഞാൻ പറഞ്ഞേ, ഒരിക്കൽ കഴിയും. ഓൻ്റെ കച്ചവടം കണക്കുണ്ട്. ജൂലൈ മാസത്തെ കച്ചവടം തുടങ്ങിയ 4 ആളവിടെ ഉണ്ട്. അവരോട് ചോയി, സക്കാത്തിൻ്റെ മാസമായില്ലേ, പിന്നെ 1.5 ലക്ഷം റുപ്യ കടമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി, നിങ്ങൾ 4 ആളും കൂടി പിന്നെ സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് കൊടുത്തു. മോൻ്റെ കടം കൂടി ആയിക്കോട്ടെ. പക്ഷെ അടുത്ത ആഴ്ച ജുമാക്കാണ്ട് വരണം. ഓൻ ജുമാക്കാണ്ട് പോയി. ഓൻ ജുമാക്കമായി പോകാനതായി. അപ്പം നമ്മൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മൂല്യരെ കൊണ്ടുവന്നു. വഹാബിയായാലുള്ള കുറ്റങ്ങൾ എന്തെല്ലാം എന്ന് മൂപ്പര് 4 ദിവസത്തെ വയന്ന്. ആ വയന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് 1.5 ലക്ഷം റുപ്യ കടം വേറെ വന്നു. കാരണം ബിൽക്കൊക്കെ പൈസ കൊടുക്കുന്നു. ഓനോട്ട് സുന്നി ആയതുമില്ല. ഈ കമ്മിറ്റിക്കാർ 4 ആൾ അങ്ങോട്ട് തുന്നിയ വഹാബിയായി എന്നല്ല, അതൊരു ബലം ഉണ്ടായില്ല. 1.5 ലക്ഷം കടമായി. ഈ നാടകമാണ് ഇന്ന് നടക്കുന്നത്. എന്താ കാരണം? കാരണം മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് റബ്ബുമായി ഒരു ബന്ധമില്ല. ബന്ധമുണ്ടെങ്കിൽ ജനങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് കഴിയും. ഇതാണ് ആധുനിക ലോകത്തെ പ്രശ്നം. പഴയ കാലത്ത് പ്രശ്നമില്ല, എന്ത് പറഞ്ഞാലും നടക്കും. എന്താണ് നടക്കും? എൻ്റെ കുട്ടിക്ക് സംസാരിക്കാൻ വയ്യ, നാവിന് കൊഞ്ഞാണ്. അവന്തൊരു വെള്ളം ഊതി കൊടുത്തു, ഉണ്ടാവില്ല കേട്ടോ, ഉണ്ടായതുമില്ല. എന്നോട് ഈ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഉള്ളൊരു വയസ്സ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം കഴിച്ച് ഛർദ്ദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. എന്ത് മെഡിക്കൽ കോളേജിന് നേരെ പഠിച്ച പല മരുന്നും കുടിച്ചു. കുട്ടിക്കാലത്ത് ഭക്ഷണം കഴിച്ച് ഛർദ്ദിക്കും. അതൊരു 10 മുമ്പ് പറഞ്ഞു, 10 ആയിട്ടുണ്ടാവും.
ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കും. അങ്ങനെ ഇപ്പം അങ്ങനെ മരുന്ന് ഒരു ഫലം ഉണ്ടായില്ല. അപ്പോൾ ബീരാനോലി പാപ്പയും ബീരാൻ പാപ്പയില്ല, സി എമ്മും 2 ഖാദിമീങ്ങളും നടന്നുകൊണ്ടുണ്ട്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, അമ്മ അത് ദൂരെ നിന്ന് കണ്ടു, എന്നെ പറഞ്ഞു ഓടിച്ചെല്ല്, അത് ഔലിയ പാപ്പയാണ് പോണത്, ചെന്ന് പറയാം എനിക്കിങ്ങനെ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാണ് എന്ന് പറയാം എന്ന് പറഞ്ഞു. ഞാൻ ഓടി വന്ന് അലിബാബ ഖാദിമീങ്ങൾ നടക്കുകയാണ്. അവിടെ ഞാൻ ചെന്ന് എന്ത് ചോദിച്ചു, എനിക്ക് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാണ്, ഉമ്മ ഞങ്ങളടുത്തേക്ക് പറഞ്ഞയച്ചാണ്. അലിബാബ അവിടെ നിന്ന് സി എം ആ പരിയിൽ നിന്ന് ഒരു പാത്രം വാങ്ങിക്കോറു. പാത്രം വാങ്ങി വെള്ളം എടുത്തു കൊണ്ടുവന്ന് സി എമ്മിൻ്റെ അടുത്ത്. സി എം ആ പാത്രം വാങ്ങി കയ്യാട്ട്. ഇയാൾ എന്നോട് പറയാം കയ്യാട്ട് കയറും. കയ്യിലേക്ക് സി എം വെള്ളം ഒഴിച്ചെടുത്തു. വായു ഉപ്പിളി കയറും. ഒരു വട്ടം, 2ാം വട്ടം വീണ്ടും. ഇതിൽ ഭയങ്കര പാടും. വായു ഉപ്പിളി കയറും. വായു ഒപ്പിളിച്ചു. പിന്നെ വെള്ളം ഒഴിച്ചു. ഒന്നും കൂടി വായ ഒപ്പിളിക്കയറും. വായ ഒപ്പിളിച്ചു. പിന്നെയും വെള്ളം ഒഴിച്ചെന്നു. വായ ഒപ്പിളിക്കയറും. വായ ഒപ്പിളിച്ചു. പാത്രം കൊടുത്തളാറും. ഇനി ഉണ്ടാവില്ലാറും. നേരണ്ടില്ല. നിങ്ങളെന്താ ഇതിൻ്റെ ഉള്ളിലൊരു ശാസ്ത്രമുണ്ട്. എന്ത് ഛർദ്ദി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? വായ ഒപ്പിളിക്കും. കഴിഞ്ഞു എന്നതിനർത്ഥം ഇനിയില്ല. അപ്പം മരുന്നിന് എഴുതി കൊടുക്കല്ല, കഞ്ഞുണ്ണിയാതി കഷായവും മുട്ടിക്കളങ്ങനെ എണ്ണയും ചേർത്ത് 7 ദിവസം സേവിച്ചളാം. പിറ്റത്തെ ആഴ്ച ഔലിയബാബനെ പോയി കണ്ടപ്പോൾ ഔലിയബാബ പിന്നെ എന്താ പറഞ്ഞത്, കഞ്ഞുണ്ണിയാതിയൊക്കെ ഇപ്പം നാശിക്കണം, അന്ന് ഒറിജിനലല്ല. അങ്ങനെയാണോ പറയുന്നത്? പിന്നെ അങ്ങനെയും പറയാലോ. നല്ല ഒറിജിനൽ കഷായം ഇപ്പോൾ കിട്ടാനില്ല. ഇപ്പോഴത്തെ കാലത്തെ കാര്യമൊക്കെ പോക്കാണ്. വയലോടുകൂടെ കഴിഞ്ഞല്ലോ. മൂപ്പര് ഛർദ്ദി തന്നെയല്ലേ. ഇവരൊന്നും ഖുർആൻ്റെ പരിഭാഷ വായിച്ച മുസ്ലിമാരല്ല. ഏത് സ്വഹാബിയ ചങ്ങാതി ഖുർആൻ പഠിച്ച മുസ്ലിമാർ? നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? ഒരു മനുഷ്യനെ കൊണ്ട് എന്തു നടക്കുക? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാത്ത കാര്യം ആ മനുഷ്യനെ കൊണ്ട് നടക്കും. ആ മനുഷ്യനെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ സത്യസന്ധൻ. ഒരു മനുഷ്യൻ വിശന്ന് നടക്കാൻ നമ്മയ്ക്കൂല. ആ മനുഷ്യനെ വിശപ്പണം മാറ്റും. ഈ മനുഷ്യൻ പട്ടിണി നടക്കാൻ തുടങ്ങിയ ദിവസം കുറേ ഈ മനുഷ്യൻ ഞങ്ങൾ അംഗീകരിക്കുമല്ലേ? ഇത് പട്ടിണി നടന്നിട്ട് മൂല്യരെ കൊണ്ട് ദ്വാരപ്പിക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചു. കടവും കള്ളി വാങ്ങിയിട്ടാണ് അന്ന് കോഴി ഇറച്ചി വാങ്ങിയാണ്ട് പോറ്റിയത്. ദ്വാരന്ന് പഠിച്ചോനെ വരെ കടം പൂട്ടി കൊടുക്കണേ. മൂപ്പര് പോയി അക്കടം പൂട്ടാനാണ് പിന്നെ മാറി നടക്കണേ. അന്ന് പീടിയിൽ നിന്ന് വാങ്ങിയ പൈസൻ്റെ സാധനത്തിന് പൈസ കൊടുത്തിട്ടില്ല. കടം വീടിയിലാന്നല്ല, പുതിയ കടം ഉണ്ടാവും ചെയ്തു. ആ കടം കൂടി. ഈ വ്യക്തി മൂല്യര് തട്ടിപ്പാണ്, ഇവർക്കൊന്നും ഒരു ഫലമില്ല എന്ന് ഒരാൾ 2 വട്ടം പറഞ്ഞു കേട്ടാൽ ഇയാൾ എന്താ പറയുക? ശരിയാണ്, എനിക്കുണ്ട് അനുഭവം. എന്നിട്ട് ഇവർ പറയാണ് ഔലിയാക്കന്മാരെ കറാമത്തൊന്നും അങ്ങനെ പറയാൻ പാടില്ല. ഇതപ്പം പോലും ഇവർ പറയുന്ന വർത്താനം. എന്തുകൊണ്ട് കറാമത്ത് പറയാൻ പാടില്ല? കറാമത്ത് ജനം മറക്കണം. എന്തുകൊണ്ട്? ഇവർക്ക് കറാമത്തല്ല, മരാമത്താണ്. നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട് വരെ പരിയിലെ മരാമത്ത് നടക്കണം. ഇങ്ങനത്തൊക്കെ മനസ്സിലായിക്കോളി. അക്കാലത്ത് വഹാബിസേ വളരുള്ളൂ. എന്തുകൊണ്ട്? ജനങ്ങളെ ആവശ്യം. അവർ പൈസ ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കും. അവരുടെ കയ്യിൽ പലതരം ഫണ്ടുണ്ട്. ഇവിടെ ജുമയ്ക്ക് വന്നാൽ വരെ ഓരോ റക്കാത്തിനും 100 റുപ്യ കൊടുക്കണം. 1ാമത്തെ റക്കാത്തിന് 100, 2ാമത്തെ റക്കാത്തിന് 100. 200 റുപ്യ കൊടുത്താലേ പള്ളിക്ക് നടക്കാൻ പറ്റും. കുടിക്കുന്ന അറിയാം. അതും കാര്യത്തിന് ആളുകൾ തുടങ്ങും. പിന്നെ മുന്നിൽ വേറെ പിരിവ്, പിന്നെ അവസാനത്തെ പിരിവ് എല്ലാം കഴിഞ്ഞിട്ട് കറി വെച്ച് കഴിഞ്ഞ് കറിയൊന്നും തൂമിക്കാനുള്ള എണ്ണല്ല. ആ എണ്ണക്കുള്ള 100 റുപ്യ കൊണ്ടാണ് ഇയാൾ ജുമയ്ക്ക് പോയത്. ആ 100 റുപ്യ പള്ളിയിൽ കൊടുത്താലേ പോരാൻ പറ്റൂ. ഇതിപ്പോൾ എന്നോട് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? അങ്ങനെ കഷ്ടപ്പെട്ടവർക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിൽ പോയി വന്നാണല്ലോ. ജനത്തിന് സ്വർഗമല്ല വേണ്ട. കഫീലിനോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞ് 3000 റുപ്യ ഇക്കാമ കൊടുക്കണം. അപ്പോൾ കഫീൽ ഇക്കാമൻ്റെ 3000 കൊണ്ട് അടിച്ചത്. മറ്റവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല.
എനിക്ക് പഠിച്ചോൻ തരും. അപ്പം കപിലൻ ചേർന്ന് പഠിച്ചോൻ തരും എന്ന് പറഞ്ഞാൽ എൻ്റെ കടക്കാർ വിടൂല. ഇത് തരണം, ഞാൻ ഒട്ടം വാങ്ങിയിട്ടുണ്ട്, പൈസ കൊടുക്കാണ്ട്. മൈസറിൽ നിന്ന് കിട്ടുന്ന ഒട്ടത്തിന് കിട്ടൂല. മൈസറിലല്ലേ ഞാൻ പൈസ കൊടുക്കാനുള്ള, മൈസറിലല്ല, ഇവിടെയാണ്, ഇവിടെ കൊടുക്കണം. എങ്ങനെയുണ്ട്? അടിച്ചു, എക്സിറ്റ് അടിച്ചു. വേറെ ആളോട് കൊണ്ടുപോയി. മനസ്സിലായില്ലേ? ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? അതിന് അമ്പിയാക്കൾക്കൊക്കെ കഴിഞ്ഞു. ഈസാ നബി ജന പ്രശ്നമുള്ള കാലം, ആ പ്രശ്നം കണ്ട അതാണ് പരിഹരിക്കും. എന്ത് പ്രശ്നം പരിഹരിക്കും? അപ്പൊ ജനങ്ങളെല്ലാം ഈസാ നബിന്റെ പിന്നീട് മുസ്ലിങ്ങളായി. മനസ്സിലായില്ലേ പറഞ്ഞത്? ക്രിസ്ത്യാനി എന്നൊരു വാക്ക് ഈസാ നബി പ്രയോഗിച്ചിട്ടില്ല, അവരൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴൊതുങ്ങി എന്നതിൻ്റെ അർത്ഥം. അത് വ്യാസമഹർഷിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. വ്യാസമഹർഷി ദൈവിക പ്രവാചകന ആണെന്ന് വന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾ മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന വാക്കിന് എത്രേ അർത്ഥമുള്ളൂ? കീഴൊതുങ്ങിയവൻ. ആ മനസ്സിലായില്ലേ? ആർക്ക്? ഏകനായ ദൈവത്തിന്, അള്ളാഹുവിന്. ദൈവത്തിന്റെ പേരിഞ്ഞ് വേറൊന്നായാലും പ്രശ്നമൊന്നുമില്ല, പേര് വിഷയമല്ല. അള്ളാഹു എന്ന വാക്ക് അറബിയാണ്. ഇനി വേറൊരു വാക്ക് സുരിയാനിയിൽ വേറൊരു വാക്കാവും പറയാ, കുഴപ്പമില്ല. മനസ്സിലായില്ല? അള്ളാഹുവിന് അറബിയിൽ അള്ളാഹു എന്ന് പറയുമ്പോൾ സുരിയാനിൽ ഏലിയ എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ഹിബ്രുവിൽ വേറെ പേരാണ്. എന്നാലും ഇതൊക്കെ ആരെന്നെയാണ്? ഒരേ ഒരുത്തൻ. അവരൊക്കെ ഈ വ്യാസനാണെങ്കിൽ, വ്യാസൻ ദൈവ പ്രവാചകനാണെങ്കിൽ ഈ വ്യാസൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ജനങ്ങളുടെ ജനങ്ങളെ പ്രശ്നം പരിഹരിക്കും. അപ്പോഴേ ജനം നന്നാവുള്ളൂ. ജനത്തിന് എന്ത് വിവരമുള്ളത്? ജനത്തിന് ഇവിടെയും സുഖമാണോ അവിടെയും സുഖമാണോ? ഇവിടെ സുഖമില്ല, ഞാൻ സുഖം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ വലിയ ഈമാനുള്ളവർ നിലനിൽക്കും. അവരും ഒരു തലയിൽ പൊട്ടി, അവരെ നേരെ മക്കൾ പിടിച്ചുക്കൂല. സുന്നിയായ ബാപ്പാന്റെ മക്കൾ പിടിച്ചുക്കൂല. ഈ സുന്നിയായ ബാപ്പാടെ മക്കൾ പിന്നെന്ത് പറയും? എന്തു പറയും? ഞങ്ങളെ ബാപ്പാക്ക് ഇങ്ങനെ പെടൽ വെട്ടതാണ് പലതും. ഒരു കോഴി ഉണ്ടായി, ആ കോഴി വലിയതായിരുന്ന അതിനെ കൊണ്ട് വിറ്റാണ് അരി വാങ്ങാലോ വിചാരിക്കുമ്പോഴാണ് ബാപ്പ അത് കൊണ്ട് മയക്കുമായത് വെള്ളയെ കൊടുക്കും. ഞങ്ങൾക്ക് അരിയില്ല, കഞ്ഞിയില്ല, ഒന്നുമില്ല. കോഴിമുട്ട ഉണ്ടെങ്കിൽ അതും പയന്നിനുണ്ടേ കൊടുക്കും. എന്നാൽ ഞങ്ങൾ വല്ലതും കിട്ടും. ഞങ്ങൾ പട്ടി കിടന്ന് ജീവിച്ചു. കിട്ടും മൂല്യന്മാരും പറഞ്ഞു, ബാപ്പിയും പറഞ്ഞു. ഒന്നും കിട്ടിയില്ല. ബാപ്പിയും കടക്കാരനായി മരിച്ചു. പിന്നെ ഞങ്ങൾ ഗൾഫ് പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കടം വീട്ടി. ഗൾഫ് പോയി കഴിഞ്ഞാൽ പോലെ പള്ളി കമ്മിറ്റി വന്നു. അങ്ങനെയുള്ള പത്തുറുപ്പുണ്ടായവരും വരും. ഞാനത് കുറ്റല്ല പറയണത്. ഈ സൊസൈറ്റിയിലെ മക്കൾ ആരായി നിരീശ്വരവാദിയായി? ഇതൊന്നും ഒരു കഥയില്ല, ഒരു പഠിച്ചവനുമില്ല, ഒന്നുമില്ല. എൻ്റെ വാപ്പക്ക് അങ്ങനത്തെ ഒരു കടം വീടാൻ വേണ്ടി എൻ്റെ വാപ്പ ദ്വാരുന്ന അത്ര ആരും ദ്വാരന്നിട്ടുണ്ടാവില്ല. എൻ്റെ വാപ്പ പള്ളിയൊക്കെ കൊടുത്തത്ര വേറെ ആൾ കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് കടം വീടാതെ എൻ്റെ വാപ്പ മരിച്ചു. അങ്ങനെ പഠിച്ചോണ്ടെങ്കിൽ എൻ്റെ വാപ്പനെ കടം വീട്ടിൽ ഞാൻ പിന്നെ അതിന് മെനക്കെട്ടന്നില്ല. ഇത് പറയുന്ന നിരീശ്വരവാദി പറഞ്ഞത് തെറ്റാണെങ്കിലും അവൻ്റെതായ ന്യായമില്ലേ? പറയും. എന്താ രാവിലെ വന്നിരിക്കണ്? അവർക്ക് ന്യായല്ലേ? ന്യായമുണ്ടല്ലോ. അത് തെറ്റായ ന്യായാണ്, എന്നാലും ന്യായല്ലേ? തെറ്റായ ന്യായം തന്നെ, തെറ്റായ ന്യായാണ്. പക്ഷേ ഇവിടെ 100 മുമ്പ് അങ്ങനെയല്ല. ഒരു വിഷയം പറഞ്ഞ ഒരു സയ്യിദിനോട് പോയി പറഞ്ഞാൽ, ഒരു ആലിമിനോട് പറഞ്ഞാൽ അത് അന്ന് തീരുമാനമായി. സയ്യിദ് പട്ടിണി കിടക്കായിരിക്കും. സയ്യിദ് പട്ടിണി കിടക്കായിരിക്കും. എൻ്റെ വല്യമ്മ പറയും, ഒരു കുപ്പായം, അതിൻ്റെ മേലെ ഒരു കോട്ട്, അതിൻ്റെ മേലെ ഒരു കോട്ട്, ഇങ്ങനെ 2 കോട്ടിട്ടാണ് തങ്ങന്മാർ നടക്കുക ഞങ്ങളെ കുട്ടിക്കാലത്ത്. കാരണം ഓനെ പള്ളിയിൽ പയിക്കണത് ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ആയിരുന്നു. എൻ്റെ വല്യമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുപ്പായത്തിൻ്റെ മേലെ വേറൊരു കുപ്പായത്തെ പറഞ്ഞ തങ്ങളാകാൻ നടക്കുക, അങ്ങനെ ചോദിക്കും എൻ്റെ കുട്ടിക്കാലത്ത്. എന്നിട്ട് ന്യായം വല്യമ്മ പറയും. എന്ത്? നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവർ തീർക്കും. ഇവർ പള്ളി പട്ടിണിയാണ്, അതാരും കാണും വേണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആ സയ്യിദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. അപ്പൊ ജനങ്ങൾ ആ സയ്യിദിനെ കണ്ട കരിഞ്ഞു. ഈ സയ്യിദിനെ എങ്ങനെയാണ്? റസൂലുള്ളാഹി എങ്ങനെയായിരിക്കും?
അവർക്ക് ഖുർആനും ഹദീസിന്റെ മാന അറിയേണ്ട ആവശ്യമില്ല. ഈ സയ്യിദിനെ കണ്ടാൽ അവർക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാവും. ഇസ്ലാം ജനസേവനമാണ്. ആ സയ്യിദ് വന്നാൽ അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല നാനാ ജാതി മതസ്ഥരും ആ സയ്യിദ് ആ ഗ്രാമം വിട്ടു പോകുന്നവരെ കാത്തുക്കും. തങ്ങളപ്പാനെ കുറ്റം പറയാൻ ഹിന്ദുക്കളടിക്കും. തങ്ങളെ കുറ്റം പറയാൻ വിചാരടാന്നുണ്ട്. ഹിന്ദുക്കളടിക്കും. എന്തുകൊണ്ട്? അവർക്ക് ഈ സയ്യിദിനെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടി, എന്ത് പറഞ്ഞാലും അതിന് പരിഹാരം അവരുണ്ടാക്കി കൊടുത്ത് അവിടുന്ന് പോവുള്ളൂ. അപ്പോൾ അവർക്ക് സ്വന്തം അച്ഛനെ പോലെ തോന്നാണ്, വല്യച്ഛനെ പോലെ തോന്നാണ് ഈ സയ്യിദിനെ. ആർക്ക്? ആ മുസ്ലിമിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അവിടെ ചാടും. ആര് ചാടും? ആ മുസ്ലിം ചാടും. എന്തുകൊണ്ട്? അതവൻ പുസ്തകത്തിന് പഠിച്ചതല്ല, ജീവിതാനുഭവത്തിന് പഠിച്ചാണ്. അവരെ നേതാക്കന്മാർ അത്രയും വലിയ നല്ല മനുഷ്യരാണ്, ജനസേവകരാണ്, പട്ടിണി നടത്തി ജനത്തെ പോറ്റുന്നവരാണ്. സത്യല്ലേ? പറ, ഇത് സത്യാണോ അല്ലേ? ചിന്തിക്ക്, നിങ്ങൾ ചിന്തിക്ക്, 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 ചിന്തിക്ക്. അവസാനിപ്പിക്കണം. ഞാനിത് വളരെ ചിന്തിക്കണം, ഈ പറഞ്ഞ് മനസ്സിലാക്കണം. വളരെ വലിയ സത്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ സത്യം തോറ്റു. എന്തുകൊണ്ട്? സത്യത്തിന്റെ ആളില്ല. സത്യത്തിന് ആളുണ്ടെങ്കിൽ അവരെ കൂടെ ആരുണ്ടാവും? റബ്ബുണ്ടാവും. നമ്മൾ ജനങ്ങളോട് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ പറഞ്ഞത് തന്നെ? എന്നോട് ഇന്റെ വല്യ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. നടക്കും വീരാനൊരു പാപ്പ, ആരെ കണ്ടാലും ഇങ്ങനെ എടുത്തു കൊടുക്കും. നാണയം എടുത്തു കൊടുക്ക, പുതുപുത്തൻ നാണയം കീശീന്ന് ഇങ്ങനെ കൊടുക്കും. എവിടുന്നാ അറിയില്ല, ഇങ്ങനെ കൊടുക്കും. ഇവരൊക്കെ ആരായിരിക്കും? പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാര്. ഈ നാണയം കൊണ്ട് അവർക്കൊരു ചെലവ് ചെയ്യാം. അപ്പൊ ഒരു ഔലിയാപ്പാപ്പ വരാൻ കൊതിക്കും. ആരെ കണ്ടാലും ഇങ്ങനെ നാണയം എടുത്തു കൊടുക്കും. അല്ലാതെ ഓനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യല്ല, പിരിക്കല്ല. വല്യാപ്പയും വീരാനൽ പാപ്പയും കൂടി പോവാ. ഖാദിമീങ്ങൾ കുറേ ഉണ്ട്. ഒരു ഗ്രാമത്തിലെത്തി. അപ്പോൾ ആ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ധനാഢ്യം എൻ്റെ വല്യാപ്പനോട് പറഞ്ഞാൽ, വല്യാപ്പൻ അനുഭവം. ആ ഗ്രാമത്തിലെത്തിയപ്പോൾ ആ ഗ്രാമത്തിലെ പിന്നെ വലിയ ധനാഢ്യം പറഞ്ഞു, എൻ്റെ മകൾക്കൊരു സൊക്കനുണ്ട്, ബുദ്ധിയില്ല, തുണിയില്ലാതെ ഇറങ്ങി ഓടും, അജാതി രോഗമാണ്, ഭ്രാന്ത്, മുഴുഭ്രാന്ത്. അപ്പം അത് മാറണം. അപ്പം എന്തേ ചെയ്യുക? മാറും, ഇന്ന് മാറ്റിത്തരാം, ഇന്ന് മാറും. പക്ഷെങ്കിൽ എന്ത് വേണം? എൻ്റെ ആൾ തൊഴുത്തുണ്ടോ ചോദിച്ചു, തൊഴുത്തുണ്ട് കയറണം. വലിയ പൂത്തുകളുണ്ടോ ചോദിച്ചു, ഉണ്ട് കയറണം. വേറെ അവലിയ പാപ്പ ഇങ്ങനെ തൊഴുത്തിലേക്ക് നോക്കി, വലിയ പോത്തിനെ ചൂണ്ടി, ഓനാണ് പിടിച്ചോ, പിടിച്ച് അത് അർപ്പിച്ചാളും, അർത്തു, പോത്തിനർത്തു. ഈ മനസ്സിലാണ്ട് പറഞ്ഞത്, നാട്ടുകാർക്കൊക്കെ ചോറ് വെക്കാൻ എത്ര അരി വേണമെന്ന് വെച്ചു. അരിനെ കണക്കറും. എൻ്റെ അവിടെ അരിയില്ലേ ചോദിച്ചു, ഉണ്ട് കയറും. ഞാൻ വെള്ളത്തിന് അരി എടുക്കറും. വെള്ളത്തിന് അരി എടുത്തു. പറകൾ അരി ഇങ്ങനെ എടുത്തു, വലിയ ചെമ്പിലിട്ടു, ചോറ് വെച്ചു, എന്തും വെച്ചു. പോത്തിറച്ചി. ജനങ്ങൾ ഒരു കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലമായിട്ട് മര്യാദക്കൊരു ഇറച്ചും ചോറും കഴിച്ചിട്ടുണ്ടാവില്ല. ഇനി നാട്ടുകാരടുത്തേക്ക് മുഴുവൻ ആളെ പറഞ്ഞേക്കാറും. ഞമ്മടെ ഇരിക്കാറും അവിടെ തീർന്നു. നാട്ടുകാരത്തേക്ക് ആൾ പോയി, എല്ലാവരും വന്നു. ജനങ്ങൾ പാഞ്ഞു വരിക. ആ ഭാഗത്താണ് പെണ്ണും കുട്ടികളും ഒക്കെ. എന്തോ ദിക്റല്ലേ കൊടുത്തു. പള്ളർച്ച് ചോറും കൊടുത്തു. എല്ലാവർക്കും പൊയ്ക്കൊള്ളിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് തീർന്നിട്ടോ, എൻ്റെ മക്ക് തീരുണ്ടാവില്ല പറഞ്ഞു. ഭ്രാന്ത് മാറ്റി പോന്നു. ഔലിയാപ്പാപ്പ ചോറുന്നല്ല. എന്നിട്ട് ഈ മനുഷ്യന്മാരെ ഇപ്പം നമ്മൾ കുറ്റം പറഞ്ഞു. ഓരില്ലെങ്കിൽ ഇവിടെ എന്ത് ദീനുണ്ടായത്? ഇതെന്ത് വിസ്മരിച്ച അള്ളാഹുമായി ബന്ധം, അള്ളാഹുള്ള ബന്ധമുള്ള അടിമ. എന്താ ചെയ്യുക? സാധുക്കളെ പട്ടിണി മാറ്റല്ലേ? ഇത് 4 ആൾ അറിഞ്ഞാൽ ആ ഗ്രാമത്തിലെ മുതലാളിമാരൊക്കെ എന്താ ചെയ്യുക? പിന്നെ സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവർക്ക് ചോറ് കൊടുക്കും. എന്തിന്? അവരെ പ്രശ്നം പരിഹരിക്കാൻ. അത് അതിലൂടെ പരിഹരിക്കുന്ന അവർ മനസ്സിലാക്കും.
സത്യല്ലേ? കടയും കള്ളിയും കൊണ്ട് എന്തില്ല ഈ കൊല്ലത്തെ പരിസംഖ്യ അടച്ചില്ലെങ്കിൽ ഓനെ നമ്മൾ മയൽന്നോർത്താക്കൂലേ? അതല്ലിപ്പോ. അപ്പൊ പരിസംഖ്യ വേണ്ടാത്ത മയലുക്കും അവിടെ ശൂന്യല്ല ആയിക്കോട്ടെ, എന്നാലും അവിടെയും കൂടാൻ തന്നെയാണ്. ഞാൻ അങ്ങനെയാണ്. നിങ്ങളപ്പോൾ കുറേ കാലം നടന്നല്ലോ, ഇതിപ്പോൾ കിട്ടിയൊക്കെ എടുത്ത് എനിക്കറിയാലോ. ഞാൻ മറ്റേതാകാം. ഇത് സത്യല്ലേ? ഇതന്നെ ജനങ്ങളുടെ ഒരു ചൂഷണോപാധി മാത്രമാണ് ഇന്ന് സുന്നീസം. ഇന്ന് സുന്നി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ്. അതല്ലത്, അത് നഷ്ടപ്പെട്ടു. ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള മാർഗമായി അഹ്ലുസുന്ന എന്ന് പറയുന്ന വിഭാഗം അതപ്പതിച്ചു. ജനങ്ങളെ പിടുങ്ങാനല്ലാത്ത ഒരു പരിപാടിയില്ല, ഇല്ലെന്ന്. അത് തകർച്ചയുടെ ഘട്ട. ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് നിരീശ്വരവാദം, അല്ലെങ്കിൽ വഹാബിസം, അല്ലെങ്കിൽ നിരീശ്വരവാദം. എന്തുകൊണ്ട്? നമ്മൾ പണിയെന്താ? ജനങ്ങളെ പറ്റിക്കുക. നിങ്ങൾ പറയേ. ഏറ്റവും ചുരുങ്ങിയത് ഔലിയാക്കന്മാരെ പോലെ നമ്മൾ അംഗീകരിക്കൂല. അങ്ങനെ കൂടുതൽ കറാമത്ത് പറയരുത്. പരിധി വിട്ട കറാമത്തുകൾ പറയാൻ പാടില്ല എന്നാണ്. പരിധി വിട്ടാലല്ലേ കറാമത്താവുള്ളൂ. രണ്ട് കഷ്ണം പുട്ടും അതിൻ്റെ മേലെ വേറൊരു കഷ്ണവും കൊടുത്തു. മനസ്സിലായില്ല? രണ്ട് കഷ്ണം പുട്ടും 3 കഷ്ണം അതിൻ്റെ മേലെ വേറെ എക്സ്ട്രാ കഷ്ണം പിന്നെയും കൊടുത്തു. ചെറുപയർ കറിയും അത് തിന്നപ്പോൾ അപ്പോൾ വയറ് നിറഞ്ഞു. ഇത് പരിധി വിട്ടല്ല. ഒരു കാരക്കൻ്റെ ചീന്ത കൊടുത്തു, അപ്പോഴത്തേന് വയറ് നിറഞ്ഞു. ഇതല്ലേ കറാമത്ത്, ഇതല്ലേ മുഅ്ജിസത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾക്ക് ഈ പിന്നെ ഇഷ്ടംപോലെ തളികയിൽ വെച്ചിട്ട് പുട്ടെടുത്തോളിട്ടാ എടുത്തോളിട്ടാ എല്ലാവരും എടുത്തോളി. അതുകൊണ്ട് 3-4 പുട്ടും ചെറുപയറുകാരിയും നബിൻ്റെ കാലത്ത് എല്ലാവർക്കും കൊടുത്തു. പോലെ വയറ് നിറഞ്ഞോ? അത് മനസ്സിലാവും. സുനാനോ മിന്നിൽ കലർത്തിയ കുറച്ച് വെള്ളം കൊടുത്തു. പിന്നെ 4 ആഴ്ച വിശപ്പനുണ്ടായില്ല. ഇതല്ലേ പരിധി വിട്ടല്ലോ. പരിധി പറഞ്ഞത് പുട്ട് കറിയല്ലേ. പരിധി വിട്ടാലല്ലേ മനസ്സിലാവുള്ളൂ. അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയാം. പരിധി വിട്ടാലല്ലേ. അതാ പരിധി വിട്ടതാണല്ലോ കറാമത്തും മുഅ്ജിസത്തും. നമ്മളിപ്പോൾ സുന്നികൾ പറയുന്നത്, നമ്മൾ പറയുന്നത് ഈ കറാമത്ത് കേട്ടിട്ടാണ് ജനങ്ങൾ നാശാകണമെന്നാണ്. കറാമത്ത് കണ്ട ജനങ്ങൾ നന്നാവുമല്ലോ. കറാമത്ത് കാട്ടിക്കളി. എന്താ കറാമത്ത് നിങ്ങൾക്ക് ഇല്ലാത്തത്? എന്താ നിങ്ങൾക്ക് കറാമത്തില്ലാത്തത്? എന്ത്? പണ്ടുള്ള ആളുകൾക്കൊക്കെ കറാമത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് കറാമത്തില്ല. അപ്പൊ അതിലൂടെ ജനപ്രശ്നം പരിഹരിക്കൂല. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് ആ കറാമത്ത് കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യുക. അതാണ് എൻ്റെ രീതി. റബ്ബന, മനസ്സിലായില്ലേ? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ. വളരെ ചിന്തിക്കണം. ആവശ്യങ്ങൾ പരിഹരിക്കലാണ് അമ്പിയാക്കൾ ചെയ്തത്. അപ്പൊ ജനം മുസ്ലിമായി. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين.